എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും കാലമായി പുറംവെളിച്ചം കാണാതിരുന്നത്? നടിക്കെതിരെയുണ്ടായ ആക്രമണത്തിനു പിന്നാലെ മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ 2019 റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞതാണ്. ശേഷം വർഷങ്ങൾ കടന്നുപോയി, റിപ്പോർട്ടും മുങ്ങിപ്പോയി. വുമൺ ഇൻ സിനിമ കളക്റ്റീവ് ഉൾപ്പെടെ സംഘടനകളും വ്യക്തികളും ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. സ്വകാര്യത ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാൻ മടിച്ചത്. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം KK രമ MLA നിയമസഭയിൽ വരെ ഉന്നയിച്ചിരുന്നു. എന്നിട്ടും ഒരു ഫലവും കണ്ടില്ല. പിന്നീട് അടുത്തിടെ റിപ്പോർട്ട് പുറത്തു വരുമെന്നായപ്പോൾ അതിന് തടസ്സം നിർമ്മാതാവ് സജിമോന്റെ രൂപത്തിലെത്തി. അത് ഫലത്തിലെത്തിയില്ല എന്ന് കണ്ടപ്പോൾ നടി രഞ്ജിനിയുടെ രൂപത്തിലെത്തി അടുത്ത തടസ്സം. മറ്റൊരു വരമ്പ് സൃഷ്ടിക്കാനുള്ള സാഹചര്യം തന്നെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ഒരിക്കലും പുറത്തു വരില്ല എന്ന് കരുതിയ റിപ്പോർട്ടാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തെത്തിയത്. നേരിന് നേരെ പിടിച്ച കണ്ണാടി എന്നാണ് സിനിമയെ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ ആരാധിച്ചും ആർപ്പ് വിളിച്ചും നമ്മൾ വളർത്തിയെടുത്ത മഹാനടന്മാർ, മൂടുപടമണിഞ്ഞ ആ മുഖങ്ങൾ ക്യാമറ കണ്ണുകളിൽ മാത്രമാണ് മാന്യന്മാരെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ. ഈ ഒരു റിപ്പോർട്ടിനുള്ളിൽ ലോകം അറിയാൻ പാടില്ലാത്ത, അറിഞ്ഞാൽ ആരാധനയുടെ വിഗ്രഹങ്ങൾ തകർന്നടിയുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ട് എന്ന് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി എത്തിക്കൊണ്ടിരുന്ന തടസ്സങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്നാൽ റിപ്പോർട്ടിന്റെ ഒരു കട്ടിങ്ങിന് പിന്നാലെ മറ്റൊരു കട്ടിംഗ് കൂടെ നടന്ന് 300 പേജുള്ള റിപ്പോർട്ടിലെ 233 പേജുകൾ മാത്രമാണ് പുറത്തു വരിക എന്നറിഞ്ഞപ്പോൾ അത്ര പ്രതീക്ഷകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഭാഗങ്ങൾ ഇത്രയും ഭയാനകമായിരിക്കുമ്പോൾ സ്വകാര്യതയെ മാനിച്ചൊഴിവാക്കിയ ഭാഗങ്ങൾ കൂടി പുറത്തു വന്നിരുന്നെങ്കിൽ സിനിമാ മേഖലയിലെ എത്ര മുഖങ്ങൾ നാളേക്ക് ഉയർന്നു നിന്നേനെ എന്നത് സംശയകരമാണ്. എല്ലാ തൊഴിൽ മേഖലകളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇത്രയും ദുഷ്കരമാം വിധം പുരുഷ മേധാവിത്വമുള്ള, സ്ത്രീകളെ ഇത്രയധികം മോശമായ രീതിയിൽ ചൂഷണം ചെയ്യുന്ന മറ്റൊരു മേഖല ഉണ്ടെന്ന് തോന്നുന്നില്ല. ഭക്ഷണത്തിന് പോലും ലൈംഗികതയെ വെച്ച് വിലപേശുന്ന മഹാന്മാരെ എത്തരത്തിൽ വിശേഷിപ്പിക്കണം? സിനിമാ മോഹവുമായി എത്തുന്നവരോട് കൂടെ കിടന്നാൽ അവസരം എന്ന് പറയുന്ന നിർമ്മാതാക്കളും നടന്മാരും സിനിമാ മേഖലയിലെ ചില പ്രമുഖരും. കാസ്റ്റിംഗ് കൗച്ചോ? അതൊക്കെ ചുമ്മാതാ, അങ്ങനെയൊന്നുമില്ല. സിനിമാ മേഖലയിൽ നിന്ന് എത്ര വട്ടം കേട്ട വാക്കുകളാണ്. എല്ലാം പൊള്ളയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിനിമകളിലെ കഥാപാത്രങ്ങൾ പോലെ സ്ക്രീനുകളിൽ മാത്രമാണ് ചിലർ നന്മമരമായുള്ളത്. ഒരു സംഘം ക്രിമിനലുകളാണ് മലയാള സിനിമ ഭരിക്കുന്നത് എന്ന റിപ്പോർട്ട് കണ്ടില്ല എന്ന് വെച്ച് ഇതിന് തുടർ നടപടി കാണാതെ പോകുന്നത് എങ്ങനെയാണ്? നീണ്ട ഇത്രയും വർഷം സർക്കാരിനെതിരെയും മല്ലുപിടുത്തങ്ങൾ നടന്നിട്ടും ഇന്നെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ മനസ്സ് കാണിച്ചു. പക്ഷേ ഇത്രയും കൃത്യമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉള്ളപ്പോൾ അതിഭീകരമായ ഒരു അവസ്ഥ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുമ്പോൾ ഇത്തരം കാടത്തരത്തിന് പിന്നിലുള്ള മുഖങ്ങൾ കൂടി പുറത്തറിയിക്കാനുള്ള ധൈര്യം കൂടി സർക്കാർ കാണിക്കണമായിരുന്നു. ലോകത്തെ നിയന്ത്രിക്കുന്നത് പ്രബല വിഭാഗമാണെന്നും നേരിട്ടൊരു പരാതി എത്തിയാൽ തീർച്ചയായും അന്വേഷണം ഉണ്ടാകുമെന്നും പറഞ്ഞ് മന്ത്രി സജി ചെറിയാൻ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അത്രയും ധൈര്യപൂർവ്വം കേസിനായി ആരും എത്തില്ല എന്ന് മന്ത്രിക്കും നന്നായി അറിയാം. സ്ത്രീ സുരക്ഷയാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുമ്പോഴും ആൺകോയ്മയുടെ കരാളഹസ്തത്തിൽ ഞെരിഞ്ഞമരുകയാണ് സിനിമാ ലോകം.